കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 13-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ അഹങ്കാരം കൊണ്ട് വിവാദം മാത്രം ഉണ്ടാക്കുന്നു, ആലോചന കേൾക്കുന്നവരുടെ പക്കലോ ജ്ഞാനമുണ്ട് എന്ന് ദൈവവചനം പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് അപ്പനമ്മമാരെ അനുസരിക്കാതെ നടക്കുന്ന ഒരു കൂട്ടം തലമുറകളുടെ നടുവിലാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പല മക്കളും ഇന്ന് മൊബൈലിന് അടിമപ്പെട്ടുകൊണ്ടും സ്വന്തം ഇഷ്ടക്കാരായി നടക്കുമ്പോൾ അത് ശരിയല്ല, തെറ്റാണെന്ന് പറയുന്ന മാതാപിതാക്കളോട് അനുസരിക്കാത്ത തലമുറ, അത് കണ്ട് വിഷമിക്കുന്ന ഒരു കൂട്ടം അപ്പനമ്മമാരുടെ ഇടയിൽ ആണ് നമ്മുടെ താമസം. പ്രിയ ദൈവമക്കളെ, ഇവിടെ വചനം പറയണമെന്ന് പറഞ്ഞാൽ അഹങ്കാരം കൊണ്ട് വിവാദം പിറക്കുന്നുവെന്ന് എന്ന് പറഞ്ഞാൽ ഒരു അനുസരണ ഇല്ലാതെ എനിക്കെല്ലാം അറിയാം എന്ന് അവർ നടക്കുമ്പോൾ അവിടെ വിവാദങ്ങളും ചണ്ടകളും മാത്രമാണ് നടക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ആ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു അനുസരണ ഇല്ലാതെ തിരിയുന്ന തലമുറ നേരെ അവർ പോകുന്നത് നാശത്തിലേക്കാണ്. തെറ്റായ കൂട്ടുകെട്ടിൽ പോയി ജീവിതങ്ങളെ പാഴാക്കുന്ന തലമുറകളുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ഇന്ന് ഇത് കേൾക്കുന്ന ഒരു യൗവനത്തിലോ അല്ലെങ്കിൽ ഒരു പൈതലാണ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പനമ്മമാരെ അനുസരിച്ച് നടക്കണം. വചനപ്രകാരം അത് അനുസരിക്കുന്നവരുടെ പക്കൽ ജ്ഞാനമുണ്ട് എന്ന് ദൈവവചനം പറയുന്നു. ആലോചന കേൾക്കുന്നവരുടെ മധ്യയിൽ എന്ന് പറഞ്ഞാൽ മുതിർന്നവരുടെ ആലോചന, ടീച്ചേഴ്സിൻ്റെ ആലോചന, അതേപോലെ പാസ്റ്റേഴ്സിൻ്റെ ആലോചന കേട്ട് നടക്കുന്നവർക്ക് അത് കേട്ടിട്ട് ഇപ്പോൾ എല്ലാ ആലോചനയും ശരിയായിരിക്കണമെന്നില്ല. പക്ഷേ അതിൽ കേട്ടിട്ട് അതിൽ ശരിയായ ആലോചന എടുത്ത് ജീവിക്കുന്നവരുടെ പക്കൽ എന്തുണ്ടെന്ന് ജ്ഞാനമുണ്ടെന്ന് പറയുന്നു. അവിടെ ജ്ഞാനം ഉള്ളവിടത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകും. ആയതുകൊണ്ട് നാം അഹങ്കാരത്തെ വിട്ടിട്ട് ഒരു ജ്ഞാനമുള്ള ഒരു ജീവിതം ജീവിപ്പാൻ കർത്താവ് എനിക്കും നിങ്ങൾക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, അനുസരണമില്ലാതെ ദൈവമേ തലമുറകൾ പോകുന്ന ഈ കാലഘട്ടത്തിൽ ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരുടെയും വീട്ടിൽ ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും തലമുറകൾക്കായി, അവരുടെ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള തലമുറകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ സമയത്ത് കർത്താവെ നിൻ്റെ മക്കൾ കർത്താവ് പഠന കാര്യങ്ങളിലോ ജോലി കാര്യങ്ങളിലോ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ദൈവമേ, അവർ ആയിരിക്കുന്ന സ്ഥാനത്തിൽ താങ്കൾ പോകുന്ന പാത ഏത് എന്ന് അറിഞ്ഞ് ജീവിപ്പാൻ ജ്ഞാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ മുതിർന്നവരുടെ ആലോചന കേട്ട് നടക്കുന്ന ഒരു തലമുറയെ നീ ഞങ്ങളുടെ ഇടയിൽ ഉരുവാക്കണമേ കർത്താവേ. അങ്ങയുടെ ആലോചന പ്രകാരം നടക്കുന്ന ഒരു തലമുറ വരുമ്പോൾ ഈ ദേശം അനുഗ്രഹിക്കപ്പെട്ട് അതേപോലെ ദേശത്തിലെ ജനങ്ങൾ വിടുവിക്കപ്പെടുകയും ചെയ്യുമല്ലോ കർത്താവെ. ആയതുകൊണ്ട് നാശത്തിൽ നിന്ന് കർത്താവ് ഒരു കൂട്ടം മക്കളെ രക്ഷിപ്പാനായിട്ട് കർത്താവെ ഞങ്ങളുടെ തലമുറകളുടെയിൽ ജ്ഞാനമുള്ള പൈതങ്ങളെ ഏൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും അങ്ങയുടെ ജ്ഞാനമുള്ളവരായി തീർക്കണമേ കർത്താവെ. അങ്ങയുടെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ കർത്താവെ. നീ ഞങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.